Hi all, welcome back to Silent Learning. So, മക്കളെല്ലാവരും കണ്ടതുപോലെ തന്നെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഓഫ് ദ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാം എക്സാം നിലവാരം കൂടി വരുവാണ്, എക്സാം ഒക്കെ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാം, NCERT-ലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് വീഡിയോയിൽ NCERT-ലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പ്ലസ് എന്താണ് മിസലേനിയസ് ക്വസ്റ്റ്യൻസ് കൂടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം പഠിച്ച് മുന്നോട്ട് പോകാം. So we are moving to the first question. And that first question, if x plus I by all cube is equal to u plus iv ആണെങ്കിൽ then show that u by x plus v by y is equal to 4 into x square minus y square ആണ്. നിങ്ങൾ പലരും പറഞ്ഞതുപോലെ മിസലേനിയസ് ക്വസ്റ്റ്യൻ ഇല്ലേ മിസ് ചോദിക്കാറുണ്ട്. അതേപോലെ മക്കളിൽ എന്താണ് മിസലേനിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നോക്കാം. എക്സ് പ്ലസ് ഐ വൈ ഓൾ ക്യൂബ് നമുക്ക് അറിയില്ലല്ലോടാ. നമുക്ക് എന്താ അറിയുന്നത്? നമുക്കറിയുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എ പ്ലസ് ബി ഓൾ ക്യൂബ് മക്കൾക്കറിയാം. എന്താണ് എ പ്ലസ് ബി ഓൾ ക്യൂബ്? അത് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്ന് നമുക്ക് അറിയാം. ഇവിടെ എ പ്ലസ് ബി ഓൾ ക്യൂബായിട്ട് മേലെയുള്ള എക്സ് പ്ലസ് ഐ വൈ ഓൾ ക്യൂബ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്റെ സ്ഥാനത്ത് ആരാ മക്കളുള്ളത്? എന്റെ സ്ഥാനത്ത് എക്സും ബിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? ബിന്റെ സ്ഥാനത്ത് ഐ വൈയും ഉണ്ട്. സോ ഇതേ എക്സ്പാൻഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. എക്സ് പ്ലസ് ഐ വൈ ഓൾ ക്യൂബ് എന്ന് പറയുമ്പം ഇതേ എക്സ്പാൻഷനിൽ എക്ക് പകരം എക്സും ബിക്ക് പകരം ഐ വൈ ഓൾ ക്യൂബും കൊടുത്താൽ പോരെ? അല്ലെ മക്കളെ? എ പ്ലസ് നോക്കിക്കേ, എക്ക് പകരം എക്സും ബിക്ക് പകരം ഐ വൈയും ആണ്. അപ്പോൾ കൊടുക്കാം. എ ക്യൂബിന് പകരം എക്സ് ക്യൂബ് വന്നു. 3 ഇൻറ്റു എ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ, ബിക്ക് പകരം ഐ വൈ വന്നു. പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു പറയുമ്പോൾ എക്സ് ആണ്, ബി സ്ക്വയർ പറയുമ്പം ഐ വൈ ദ ഓൾ സ്ക്വയർ ആണ്, ബി ക്യൂബ് എന്ന് പറയുമ്പം ഐ വൈ ദ ഓൾ ക്യൂബ് എന്ന് വരും. ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് എക്സ്പാൻഡ് ചെയ്യുവാണ്. സോ എക്സ് ക്യൂബ് വന്നു, 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ വന്നു, കൂടെ ആരുണ്ട്? ഐ ഉണ്ട്. അപ്പോൾ ഐ ഇൻറ്റു 3x സ്ക്വയർ വൈ എന്ന് വന്നു. പ്ലസ് എന്താണ് മക്കളെ? 3 ഇൻറ്റു എക്സ് മിസ് എഴുതി. ഈ ഐ വൈ ദ ഓൾ സ്ക്വയർ എന്ന് പറയുമ്പം ഐക്കും വൈക്കും ഒരുപോലെ സ്ക്വയർ ബാധകമല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഐ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ നേരാം. ഐ വൈ ഓൾ ക്യൂബ് എന്ന് പറയുമ്പം ഐക്കും വൈക്കും ഒരുപോലെ ക്യൂബ് ബാധകമാണ്. സോ വി ക്യാൻ റൈറ്റ് ഐ ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് എന്ന് എഴുതാം. സോ എക്സ് ക്യൂബ് എഴുതി, ഐ ഇൻറ്റു 3x സ്ക്വയർ വൈ എന്ന് എഴുതി. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താ മക്കൾ? നിങ്ങൾ പണ്ട് മുതലേ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുന്ന കാര്യമാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ ഐ റൂട്ട് ഓഫ് -1 ആണെന്നും ഐ സ്ക്വയർ -1 ആണെന്നും ഐ ക്യൂബ് എന്ന് പറയുന്ന ആള് -i ആണെന്നും നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ഐ റേസ് ടു 4 1 ആണെന്ന് നമുക്കറിയാം. ഇത്രയും വാല്യൂസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എല്ലാവരും. സോ ഇവിടെ ഐ സ്ക്വയർ പറയുമ്പോൾ എത്രയാണ്? അത് -1 ആയിട്ട് മാറും. അപ്പോൾ 3x ഇൻറ്റു -1 ഇൻറ്റു വൈ സ്ക്വയർ പറയുമ്പം അതെന്താണ്? അത് -3x വൈ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇത്രയും ഓക്കെ അല്ലേ? ഐ ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് പറയുമ്പോൾ ഐ ക്യൂബ് എത്രയാണ്? -i ആണ്. -i ഇൻറ്റു എന്ത് വരും? വൈ ക്യൂബ് എന്ന് വരും. ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് ഇത്ര സെറ്റ് അല്ലേ? നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപോലുള്ള ആൾക്കാരെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുക. ഇവിടെ റിയൽ പാർട്ടൊക്കെ ഒരുമിച്ച് എഴുതുക, ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതുക. ഇമാജിനറി പാർട്ട് പറയുമ്പോൾ ഐ ഉള്ള ആൾക്കാർ അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ എക്സ് ക്യൂബും -3x വൈ സ്ക്വയർ മിസ് എന്ത് ചെയ്തു, ഒരുമിച്ച് എഴുതി. എന്താ പറയുക? എക്സ് ക്യൂബ് -3x വൈ സ്ക്വയർ എന്ന് വന്നു. ബാക്കി രണ്ടാൾക്കാരുടെ മക്കൾ കണ്ടോ? ആർക്കുള്ളത്? ഇയാളുമുണ്ട്, ഇയാളുമുണ്ട്. രണ്ടിലും ആര് കോമൺ ആണ്? ഐ കോമൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഐ പുറത്തേക്ക് എടുക്കാം. ഐ പുറത്തേക്ക് എടുത്താൽ ഇവിടെ നിന്ന് ആര് മാത്രം? 3x സ്ക്വയർ വൈ മാത്രം. ഇവിടെ നിന്ന് ഐ പുറത്തേക്ക് എടുത്താൽ -y ക്യൂബ് മാത്രം ബാക്കി. ഇപ്പം എന്തായി? ഒരു റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ ഫോർമുല. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? എക്സ് പ്ലസ് ഐ വൈ ഓൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ആയിരുന്നു. ഇത്രയും പോർഷൻ എന്താ മക്കളെ? നമ്മുടെ റിയൽ പാർട്ടും ഇത്രയും പോർഷൻ നമ്മുടെ ഇമാജിനറി പാർട്ടുമാണ്. ആൻഡ് ദേ ആർ സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? യു പ്ലസ് ഐ വി പറയുമ്പോൾ ഇത് യുവും ഇത് വി ആയിരിക്കില്ലേ? ഇത് യു പ്ലസ് ഐ വി ഫോർമുല ആണ്. ഇത് യു ആണെന്നും ഇത് വി ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് എന്താ ആവശ്യം? യു ബൈ എക്സ് പ്ലസ് വി ബൈ വൈ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. മക്കൾ എന്താ ചെയ്യുക? യു ബൈ എക്സ് കണ്ടുപിടിക്കുക. യു എന്ന് പറയുന്ന ആള് എക്സ് ക്യൂബ് -3x വൈ സ്ക്വയർ ബൈ എക്സ് വരുമ്പോൾ ഇവിടെ എക്സ് വരും. ഇവിടെ രണ്ടിലും നോക്കുക, മേലെയും താഴെയും ആരോ കോമൺ, എക്സ് കോമൺ ആണ്. മിസ് എന്ത് ചെയ്തു? മേലെ നിന്ന് ഒരു എക്സ് പുറത്തേക്ക് എടുത്തു. എക്സ് ക്യൂബിന് എക്സ് പോയാൽ എക്സ് സ്ക്വയർ, -3x വൈ സ്ക്വയറിന് എക്സ് പോയി കഴിഞ്ഞാൽ -3 വൈ സ്ക്വയർ ആവും. അടിയിൽ എക്സ് ഉണ്ട്, എക്സും എക്സും കട്ടായി പോയപ്പോൾ എന്ത് മാത്രം വന്നു? എക്സ് സ്ക്വയർ -3 വൈ സ്ക്വയർ വന്നു. ഇതുപോലെ നമുക്ക് ആവശ്യം വി ബൈ വൈ ആവശ്യമുണ്ട്. വി ബൈ വൈ പറയുമ്പോൾ വി നമുക്കറിയാം ഇവിടെ എന്താണ്? 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് ഡിവൈഡ് ബൈ വൈ വേണ്ടേ? വൈ വേണം. മേലെയും താഴെയും വൈ കോമൺ പുറത്തേക്ക് എടുക്കുക. ഇവിടുന്ന് വൈ പുറത്തേക്ക് എടുത്താൽ 3x സ്ക്വയർ വൈ എന്ന് വൈ പോയാൽ 3x സ്ക്വയർ മാത്രം.
വൈ ക്യൂബിന്ന് വൈ പോയാൽ ഒരു 2 വൈ അവിടെ ബാക്കി ഉണ്ടാവും. 3 വൈ എന്നൊരു വൈ പോയാൽ 2 വൈ ഉണ്ടാവും. അടിയിൽ വൈ ഉണ്ട്. ഈ വൈയും ഇവ കട്ട് ചെയ്യുന്ന സമയത്ത് 3x² മൈനസ് എന്ത് കിട്ടി മക്കളെ? ഇവിടെ വൈ സ്ക്വയർ ആണ്. എന്താ? 3x² മൈനസ് വൈ സ്ക്വയർ എന്ന് വന്നു. നമുക്കിനി എന്താ ആവശ്യം? നിങ്ങൾ പറഞ്ഞ ഫൈനൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ആവശ്യം? u/x പ്ലസ് v/y ആവശ്യമുണ്ട്. മക്കൾ എന്ന് പറഞ്ഞ് u/x എന്താ പറയുക? നമുക്ക് x² മൈനസ് 3y². v/y എന്തായിരുന്നു? 3x² മൈനസ് y². നിങ്ങൾക്കറിയാം ഒരുപോലെ ആൾക്കാരെ മക്കൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂട്ടുന്നു. x² 3x² എത്രയാണ്? അത് 4x² ആണ്. മൈനസ് 3y² ഉണ്ട്, മൈനസ് y² ഉണ്ട്. മൈനസ് 3y² പ്ലസ് മൈനസ് y² പറയുമ്പോൾ എത്രയാണ്? അത് മൈനസ് 4y². 2ൽ 4 കോമൺ മിസ് 4 പുറമേക്ക് എടുത്തു. അപ്പോൾ 4 × x² മൈനസ് y² എന്ന് കിട്ടും. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം? ഇതല്ലേ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട സാധനം? ഇതാണ് കാണിക്കേണ്ടത്. സോ വി ക്യാൻ സേ ദാറ്റ് എന്ത് ചെയ്യാം മക്കളെ? ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ലെങ്ത് ആയിട്ട് ഫീൽ ചെയ്യും. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങളുടെ മിസ്സലേനിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. മിസ്സലേനിയസ് ക്വസ്റ്റ്യൻ മക്കൾ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കണം. എക്സാം എങ്ങനെ ഡിഫിക്കൽട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ കോംപ്ലക്സ് നമ്പേഴ്സിൽ? അപ്പോൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് ഇതൊക്കെ പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു അടിപൊളി ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മോഡുലസ് ഓഫ്. ഇത് മിസ്സലേനിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് മിസ് മിസ്സലേനിയസ് ചെയ്യിപ്പിക്കുമോ ഞങ്ങളെ കൊണ്ട്? ഞങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ പറയാറുണ്ട്. NCERT-ലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. എനിക്കത്ര നിർബന്ധമാണത്. എനിക്കറിയാം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിഷ്പ്രയാസം ചെയ്യും എനിക്കറിയാം. പക്ഷേ ഡിഫിക്കൽട്ട് ആക്കുവാണ് നമുക്ക് എവിടെ നിന്ന് ചോദിക്കുകയുള്ളൂ? മിസ്സലേനിയസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കൂടെ അങ്ങ് പഠിച്ചു കളയാം. അപ്പോൾ നല്ല സെറ്റാണല്ലോ നമുക്ക്. ഫൈൻഡ് ദ മോഡുലസ് ഓഫ് 1 + i/1 - i മൈനസ് 1 - i/1 + i ആണ്. ഇത് കാണുമ്പം ഒരുപാട് ട്രിക്കൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തുണ്ട്? ട്രിക്ക് ഉപയോഗിച്ചാൽ എക്സാമിന് മാർക്ക് കിട്ടില്ല. ബിക്കോസ് നമുക്ക് സ്റ്റെപ്പിനൊക്കെ മാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാമെന്ന് പോകുന്നത് ശ്രദ്ധിക്കട്ടോ. നമുക്ക് പൊതുവേ ചെയ്യുന്ന പോലെ നമുക്ക് സബ്ട്രാക്ഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവർ രണ്ടും ക്രോസ് ചെയ്യുന്നു. 1 + i × 1 + i പറയുമ്പോൾ 1 + i ഹോൾ സ്ക്വയർ മൈനസ് ഇവർ നമ്മൾ ക്രോസ് ചെയ്യുന്നു. 1 - i × 1 - i പറയുമ്പോൾ 1 - i ഹോൾ സ്ക്വയർ. അടിയിൽ എന്താണ്? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എപ്പോഴും ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 1 - i × 1 + i വന്നു. ബാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യാണ്. വി നോ ദാറ്റ് a + b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം a² + 2ab + b² ആണ്. അതേപോലെ a - b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. മിസ് എഴുതി കാണിക്കാൻ വേണമെങ്കിൽ ഓർക്കാൻ വേണ്ടി മാത്രം. a + b ഹോൾ സ്ക്വയർ പറയുമ്പം a² + 2ab + b² ആണ്. a - b ഹോൾ സ്ക്വയർ പറയുമ്പോൾ എന്താണ്? a² - 2ab + b² ആണ്. നമുക്ക് ആവശ്യം എന്താ? അവിടെ 1 + i ഹോൾ സ്ക്വയർ ആവശ്യമുണ്ട്. അതായത് എന്റെ സ്ഥാനത്ത് 1ഉം ബിന്റെ സ്ഥാനത്ത് i ആണ്. അപ്പോൾ 1² + 2 × 1 × i + i² എന്ന് വരും. 1² 1 ആണ്. 2 × 1 × i പറയുമ്പോൾ 2i ആണ്. i² -1 ആണെന്ന് അറിയാം, തൊട്ട് മുന്നേ പഠിച്ചതാണ്. 1ഉം -1ഉം കട്ട് ചെയ്ത് പോയിട്ട് 2i എന്ന് കിട്ടും. അതൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പുറത്തെ ആവശ്യം 1 - i ഹോൾ സ്ക്വയർ ആവശ്യമുണ്ട്. എന്റെ സ്ഥാനത്ത് 1ഉം ബിന്റെ സ്ഥാനത്ത് i ആണ്. സോ 1² - 2 × 1 × i + i² വരും. 1² 1 -2 × 1 × i പറയുമ്പോൾ -2i. i² വാല്യൂ -1 -1 കട്ട് ചെയ്ത് പോകുമ്പോൾ -2i എന്ന് കിട്ടി. എൻ്റെ മക്കളില്ലേ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് എൻട്രൻസിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. മിസ് ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. എടാ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. 1 + i ഹോൾ സ്ക്വയർ എവിടെ കണ്ടാലും അത് 2i ആണ്. അതേപോലെ 1 - i ഹോൾ സ്ക്വയർ എവിടെ കണ്ടാലും മക്കൾ അതെന്താണ്? -2i ആണ്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാമല്ലോ. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത് ഭയങ്കരമായിട്ട്. ബാക്കി നമുക്ക് ചെയ്യാമല്ലോ. 1 + i ഹോൾ സ്ക്വയർ പറയുമ്പോൾ എന്താണ്? 2i ആണ്. -1 - i ഹോൾ സ്ക്വയർ പറയുമ്പോൾ എന്താണ്? അത് -2i നമുക്കറിയാം. മൈനസ് സെൻറ്ററിലുള്ള മൈനസ് മറക്കരുത്. അടിയിൽ 1 + i × 1 - i ആണ്. ആൻഡ് യു ഗൈസ് നോ ദാറ്റ് പഠിച്ച ഫോർമുലയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? a + b × a - b എവിടെ കണ്ടാലും മക്കളെ അതെന്താണ്? a² - b² ആണ്. അതേപോലെയാണ് 1 + i × 1 - i എവിടെ കണ്ടാലും ഇറ്റ് ഇസ് ഈക്വൽ ടു 1² - i² ആയിരിക്കും. അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് സംഭവമൊക്കെ സിമ്പിളാണ്. എന്താ പറയുക? 1² - i². 2 മൈനസ് പ്ലസ് ആവുമല്ലോ. അപ്പോൾ 2i + 2i എന്ന് വരും. 1² 1 ആണ്. -i² വാല്യൂ എത്രയാണ് മക്കളെ? -1. 2i + 2i 4i ആണ്. 2 മൈനസ് പ്ലസ് ആവും. 1 + 1 2 ആവും. ഈ 4ഉം 2ഉം കട്ട് ചെയ്യുന്ന സമയത്ത് 2 × 2 4 ആണ്. 2i എന്ന് കിട്ടി. ഓൾമോസ്റ്റ് ഓക്കെ ആണ് നമുക്ക്.
മക്കളെ എപ്പോഴും എന്ത് ചെയ്യുക, കിട്ടിയ സാധനം നമ്മൾ എ പ്ലസ് ഐബിൽ എഴുതുക. ബിക്കോസ് കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്റർ ആണ്, എ പ്ലസ് ഐബി ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിവിടെ ആര് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ആര് കാണുന്നില്ല, റിയൽ പാർട്ട് കാണുന്നില്ല. വിച്ച് മീൻസ് ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് 0 ആണ്. വിച്ച് മീൻസ് 0 + 2i നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഇത് എ പ്ലസ് ഐബി ഫോം ആണ്. നമുക്ക് ആവശ്യം മോഡ്ലെസ് ആണ് മക്കളെ ആവശ്യം. എൻ്റെ കോംപ്ലക്സ് നമ്പർ പറഞ്ഞത് 0 + 2i ആണെങ്കിൽ മോഡ്ലെസ് എന്ന് പറയുമ്പോൾ എന്താണ്, മോഡ്ലെസ് ഓഫ് സെറ്റ് പറയുമ്പം എന്താടാ നിങ്ങൾക്ക് അറിയാലോ, എ പ്ലസ് ഐ ബി ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ മോഡ്ലെസ് എന്ന് പറയുമ്പോൾ √(a² + b² ആണ്. √റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ്. അതേപോലെ ഇവിടെ √റിയൽ പാർട്ട് 0², ഇമാജിനറി പാർട്ട് 2² √0² + 2² പറയുമ്പോൾ 0 + 4 √4 = 2 നമുക്ക് കിട്ടും. അതാണ് എന്ത് മോഡ്ലെസ് വരിക. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. നല്ലോണം പഠിക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത്ര ഭീകരമായിട്ടുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രമേ മക്കൾ ഉണ്ടാവാറുള്ളൂ. ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണിത്. പ്രത്യേകിച്ച് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളത് പഠിച്ചിരിക്കണം. മക്കൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചാപ്റ്റർ വൈസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും വർക്കൗട്ട് ചെയ്യും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, 1 more ക്വസ്റ്റ്യൻ ഗൈസ്. 1 more ക്വസ്റ്റ്യൻ പറയുന്നത് ഇതേമാതിരി ക്വസ്റ്റ്യൻ നിങ്ങൾ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള മോഡൽ എക്സാമിനൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷമല്ല, കഴിഞ്ഞ മുന്നത്തെ വർഷം നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ കേസിൽ. പഠിച്ചിരിക്കുക മക്കളെ. നമുക്ക് എത്ര ഡിഫിക്കൽട്ട് വന്നാലും ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം. നമുക്കൊരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തോറ്റു കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഉഷാറായിട്ട് നമ്മൾ നേടണം, എല്ലാം നേരിടണം. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിലേക്ക് ഇനി കാത്തിരിക്കേണ്ട അവസ്ഥ വരരുത്. അതായത് ഇപ്പോഴത്തെ മക്കളെ കാര്യം പറയുവാണെങ്കിൽ അവരുടെ +2 സമയത്ത് അവരുടെ മാത്സ് എക്സാം കഴിഞ്ഞ് അവരെന്ത് ചെയ്യാണ്, +1 മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടി ഇരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് കാണുന്നതെന്ന് എനിക്കറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, +1 പുതിയ ബാച്ച് ആണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടാതിരിക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചെടുക്കുക. ഇമ്പ്രൂവ് ചെയ്യുന്ന മക്കളാണെങ്കിൽ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ടൊക്കെ ചോദിക്കുക. നമുക്ക് ഉഷാറായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആൻസർ എല്ലാം സെറ്റാക്കി എടുക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആൻഡ് മൂവിങ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ഇഫ് Z1 = 2 - i ആൻഡ് Z2 = 1 + i ആണെങ്കിൽ നമുക്ക് ആവശ്യം ഫൈൻഡ് മോഡ്ലെസ് ഓഫ് Z1 + Z2 + 1 / Z1 - Z2 + 1 ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ എന്ത് ചെയ്യട്ടെ, ആദ്യമേ ചെയ്ത് വെക്കട്ടെ മക്കളെ. സിമ്പിൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഒക്കെയാണ്. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് Z1 + Z2 ആവശ്യമുണ്ട്. കണ്ടുപിടിച്ചോ. Z1 + Z2 പറയുമ്പോൾ Z1 2 - i ആണ്, പ്ലസ് Z2 പറയുമ്പോൾ 1 + i ആണ്. രണ്ടും എന്തേ കൂട്ടുക, ഒരുപോലെ ആൾക്കാർ ഒരുമിച്ച് കൂട്ടുക. 2 + 1 3 വന്നു. ആൻഡ് -i + i പറയുമ്പോൾ 0i എന്ന് വരും. -i + i 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, a + i എഴുതുമ്പോൾ ഇമാജിനറി പാർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 0i എന്ന് എഴുതുന്നു. ഓക്കെ, അതായല്ലോ. Z1 - Z2 ആവശ്യമുണ്ട്. അപ്പോൾ Z1 2 - i ആണ്. -Z2 പറയുമ്പം 1 + i. നിങ്ങൾ ബ്രാക്കറ്റ് എടുക്കാൻ മറക്കരുത്. Z1 എന്ന് Z2 കുറക്കണം. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ആൻസർ മാറും. അപ്പോൾ 2 - i വന്നു. ഈ മൈനസ് രണ്ടുപേർക്കും ബാധകമാണ്. -1 - i വന്നു. 2 - 1 ഒരുമിച്ച് എടുക്കുമ്പോൾ 2 - 1 1 എന്ന് വന്നു. -i + -i -2i എന്ന് വന്നു. അപ്പോൾ Z1 + Z2 കിട്ടി, Z1 - Z2 കിട്ടി. ബാക്കി നമുക്ക് ചെയ്യാമല്ലോ. എന്താ ആവശ്യം നമുക്ക്, മോഡ്ലെസ് ഓഫ് Z1 + Z2 + 1. Z1 + Z2 പറയുമ്പോൾ 3 + 0i ആണ്. 0i ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് 0i ഉണ്ടായാലും കുഴപ്പമില്ല. 3 + 0i + 1 വരും. അടിയിൽ Z1 - Z2 പറയുമ്പോൾ 1 - 2i ആണ്. പ്ലസ് എന്താ മക്കളെ, 1 അല്ലേ, +1 ആണ്. ഓക്കെ, അപ്പോൾ 3 + 1 4 വരും. ആ 0i എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, 0 അല്ലേ, ആവശ്യമില്ലല്ലോ. 1 + 1 2 ആണ്, -2i എന്ന് വന്നു. അതായത് മോഡ്ലെസ് ഓഫ് എന്താ വന്നത്, 4/2 - 2i എന്ന് വന്നു. മിസ് എന്ത് ചെയ്തു, ഈ 4 ഇതുപോലെ വെച്ചു. താഴെ 2 കോമൺ അല്ലേ, 2 പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ 2 പുറത്തേക്ക് എടുത്താൽ അവിടെ 1 മാത്രം. -2i 2 പോയി കഴിഞ്ഞാൽ i മാത്രം. ഈ താഴെയുള്ള 2ഉം 4ഉം നമുക്ക് കട്ട് ചെയ്യാം. 2 × 2 എന്താ മക്കളെ, 4 ആണ്. അപ്പോൾ എന്ത് കിട്ടി, 2/1 - i എന്ന് കിട്ടി. നമുക്കിതിങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, a + i കാണിച്ചാൽ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. മക്കൾ എന്ത് ചെയ്യുക, ആ 2/1 - i മാത്രമല്ലേ, അവർ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, a + i മാറ്റാം. എങ്ങനെ ചെയ്യും, ഇൻ ദ ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ താഴെ ആരാണുള്ളത്, ഡിനോമിനേറ്ററിൽ ആരാണുള്ളത്, അവരുടെ കോൺജുഗേറ്റ് കൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, മേലെയും താഴെയും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 - i ഉള്ളത് അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ആരാ വരിക, 1 + i ആണ് വരിക. സോ മക്കൾ 1 + i കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. 2 × 1 2 ആണ്. 2 × i 2i എന്ന് വന്നു. 1 + i × 1 - i പറയുമ്പോൾ എന്താണ്, 1² - i² ആണ്. അപ്പോൾ 2 + 2i / 1² 1 i² എത്രയാടാ,
I² -1 നമുക്കറിയാം. അപ്പോൾ 2 + 2i ഡിവൈഡ് ബൈ 2 മൈനസ് പ്ലസ് ആവുമല്ലോ, 1 + 1 2 എന്ന് വന്നു. ഈ 2 പറയുന്ന രണ്ടുപേർക്കും ബാധകമായിട്ടുള്ള 2 അല്ലേ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ 2/2 + 2i/2 എന്ന് വന്നു. 2/2 1 ആണ്, 2/2 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 1 + 1i എന്ന് എഴുതാം, 1 + i എന്ന് എഴുതാം. നമുക്ക് എന്താ ആവശ്യമുണ്ട്? മോഡുലസ് അല്ലേ ആവശ്യടാ. മോഡുലസ് ഓഫ് 1 + i ആവശ്യമുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് എന്താണ്? റിയൽ പാർട്ട് 1². ഇമാജിനറി പാർട്ട് എന്താ മക്കളെ? ഐയുടെ കൂടെ ഉള്ളത് ആരാണോ അത് ഇമാജിനറി പാർട്ടാണ്, അതും 1 ആണ്. റൂട്ട് ഓഫ് 1² + 1² = റൂട്ട് ഓഫ് 1 + 1 = √2. നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് കിട്ടും. നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യിപ്പിക്കണം, നിങ്ങൾക്ക് അത്രയും തോന്നിയിട്ട് മാത്രം ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ തന്നെ മക്കൾ പഠിച്ചിരിക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ ചാപ്റ്റർ റിവിഷൻ നമുക്ക് വീണ്ടും കാണാനുണ്ട്. അതുപോലെ കിടക്കാച്ചി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അതുപോലെ മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്താണോ ആവശ്യം അത് മക്കൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ലൈവിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഗൈസ്. ബൈ.